സുരേഷ് സാറിൻ്റെ കൂടെ നിൽക്കുന്നവരെ അണ്ണാക്കി കൊടുക്കും, ഉറപ്പാണ്. സുരേഷ് സാറിൻ്റെ കൂടെ ആരാണോ നിൽക്കുന്നത് അവരണ്ണാക്കിലോട്ട് വാരി. പിണറായി സാറിൻ്റെ സർഗ തകർച്ച ഈ മോള് കാരണമാണ്. പക്ഷേ മോക്കിപ്പോൾ 11 വ്യാഴം വരും, മോടെ രോമത്തിൽ ഒരുത്തും തൊടത്തില്ല. ഇനി ഈടിയല്ല, ഇനി ആരാന്ന് പറഞ്ഞാൽ തല അടിച്ച് പോവുകയുള്ളൂ. ഗണേശൻ്റെ നാക്ക് കൊണ്ട് തന്നെ തൂക്കേറ് വരും. നാക്കടക്കി വെച്ചില്ലെങ്കിൽ നാശം വരും. അവസാനം ഉള്ള മുതൽ മൊത്തം ഒരു പെണ്ണുങ്ങളുടെ കൈ പോകും. ഞാൻ മോഹൻലാലിനെ പറഞ്ഞ് അവരുടെ ആൾക്കാരെല്ലാം എന്നെ തല്ലിക്കൊല്ലും. എന്നെ സംബന്ധിച്ചിടത്തോളം ദിലീപ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, ഞാൻ ഉദ്ദേശിക്കുന്നത്, ചില ആൾക്കാർ പറയുന്നത് പൂയ നക്ഷത്രമാണ്. ദിലീപിൻ്റെ സ്വഭാവവും ജീവിത അനുഭവവും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ദിലീപ് ഉത്രാട നക്ഷത്രക്കാരനായിട്ടാണ് ഞാൻ കാണുന്നത്, മകരക്കൂറുകാരനായിട്ടാണ് ഞാൻ കാണുന്നത്. ദിലീപിന് 7 ശനി കാലമാണ്. 7.5 കൊല്ലമായിട്ട് അയാൾ അനുഭവിക്കാനൊന്നുമില്ല. ഈ 2025 ഏപ്രിൽ കഴിയുമ്പോൾ ദിലീപിൻ്റെ സർവ്വകഷ്ടകാലം തീരും. ദിലീപിൻ്റെ കേസൊക്കെ മാഞ്ഞു പറഞ്ഞു പോകും. ദിലീപ് കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യ തിരുവാതിര നക്ഷത്രമാണ്, മിഥുനക്കൂറുകാരിയാണ്. ആ, അങ്ങനെ ഷഷ്ടാഷ്ടമ ദോഷമുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീ വരുന്ന മുറയ്ക്ക് ഇവൻ്റെ എല്ലാം നശിച്ച് കുത്വാള എടുത്ത് അവസാനം മരണക്കെണി വരെ ആകുമെന്നാണ് അതിൻ്റെ ശാസ്ത്രം. ദിലീപിൻ്റെ കഷ്ടകാലം ഏപ്രിൽ 30 കഴിഞ്ഞാൽ തീരും. മെയ് 1 മുതൽ തീരും. 2025 കഴിഞ്ഞാൽ ദിലീപ് കുതിച്ച് വരും. സിനിമാ ലോകം പിടിച്ചടക്കും. പാപം ദിലീപിൻ്റെ അടുത്ത് ആരെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ അവന് കൂലി അന്നേരം കൊടുക്കുകയും ചെയ്യും ദിലീപ്. കാരണം ദിലീപിൻ്റെ ആത്മാവ് ശുക്രനാണ്. ശുക്രൻ അസുര ഗുരുവാണ്, അറിയാമോ? ദേവഗുരു അല്ല, അസുര ഗുരുവാണ്. എനിക്ക് മോഹൻലാലിൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ മന്ത്രിയാവുന്നു. എൻ്റെ 7ാമത്തെ നക്ഷത്രമാണ് മോഹൻലാൽ. ഞാൻ മോഹൻലാലിനെ പറഞ്ഞ് അടി മേടിക്കാൻ നിൽക്കുക. എൻ്റെ 7ാം അടി മേടിക്കുക എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഉത്തരാട നക്ഷത്രത്തിൻ്റെ 7ാം നക്ഷത്രം വധനക്ഷത്രമാണ്. ഞാൻ മോഹൻലാലിനെ പറഞ്ഞ് അവരുടെ ആൾക്കാരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലും. സുരേഷ് ഗോപി സാറിന് ഇപ്പോൾ വ്യാഴം മറഞ്ഞു പോവുകയാണ്, അഷ്ടമത്തിലേക്ക് പോവുകയാണ്. 8ലെ വ്യാഴമാണ്. സുരേഷ് ഗോപി സാറിന് ശനി വേദമാണ്. സുരേഷ് സാറിൻ്റെ കൂടെ നിൽക്കുന്നവരെ അണ്ണാക്കി കൊടുക്കും, ഉറപ്പാണ്. സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ ആരാണോ നിൽക്കുന്നത് അവരണ്ണാക്കിലോട്ട് വാരിത്ത. സുരേഷ് ഗോപിക്ക് ഇപ്പോൾ വേദശനിയാണ്, കേട്ടാട്ടെ, വേദശനിയാണ്. സുരേഷ് ഗോപിയുടെ പാദം മുതൽ മടിപ്പാട് വരെ മുറിവ്, കാലിൽ മുറിവ് ഉണ്ടാകുക, ചതിക്കുക ആൾക്കാർ. അത് ചതിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ആൾക്കാരെ കയറ്റി നിന്നുകൊണ്ട് ചതിക്കും. 5 ശനി ചതിക്കില്ല. ഇപ്പോൾ പറയാം, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ആ, സുരേഷ് ഗോപി എന്ന് പറയുന്ന കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ആ, സുരേഷ് ഗോപി സാറിന് ഇപ്പോൾ ഏതാണ്ട് പറഞ്ഞ 7ാണ്ട ശനിയാണ്. 7ാണ്ട ശനി തുടങ്ങി. 7.5 കൊല്ലത്തേക്ക് നാശമാണ് 7ാണ്ട ശനി. ഇപ്പം ഇനി സുരേഷ് ഗോപിക്ക് നേട്ടം വരുന്നത് എവിടാന്നറിയാമോ? പറയട്ടോ 2025 കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് 6ൽ ശനി പോവും, മന്ത്രിയാവും. 6 പോയാൽ പിന്നെ പാർലമെൻറ്റിൽ മന്ത്രിയായിട്ട് വരും, ദൈവസാക്ഷിയായി വരും. അതെന്തായാലും ഒന്നാമത് മുഖ്യമന്ത്രി വരെ ആകാനുള്ള യോഗം സുരേഷ് ഗോപി കിടക്കാം. കോടാനുകോടി സാധുക്കളെ സംരക്ഷിച്ച യേശു കഴിഞ്ഞാൽ ഒരു അത്താണിയാണ് ഇതൊന്നും സുരേഷ് ഗോപി അനുഭവിക്കത്തില്ല. ഞാൻ പറയുന്ന വഴിപാട് സുരേഷ് ഗോപി ചെയ്യാമെങ്കിൽ ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കും. ഞാൻ ദൈവമല്ല, ഞാൻ ജയിച്ചിരിക്കും. ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ചെയ്താൽ ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപിയെ ജയിക്കും. അത് ജയിക്കും. ശനീശ്വരന് വഴിപാട് ചെയ്ത് തിരിച്ചു വന്നാൽ സുരേഷ് ഗോപി ഇന്ത്യയിലെ ഏറ്റവും മന്ത്രിയായി മാറും. അതിന് യാതൊരു സംശയമില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള പവർ ഇനി സുരേഷ് ഗോപിക്കുണ്ട്. സുരേഷ് ഗോപിയുടെ ലഗ്നാധിപൻ ആരാ? ശുക്രനാണ്. ഗണേഷ് കുമാറിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് തോട്ടിക്കിടക്കും. ഞാൻ അതുകൊണ്ട് പറയുന്നത് അച്ഛൻ എൻ്റെ ദൈവമാണ് ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ എൻ്റെ കൂറുകാരനും പൂരാട നക്ഷത്രക്കാരനും. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് ഒരുപാട് ഭക്ഷണം മേടിച്ച് തന്നിട്ടുള്ള ആളും. പല കേസുകളും ഗണേഷ് സാറിൻ്റെ അച്ഛൻ എന്നെ ജയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് കള്ളനായിരിക്കാം, എനിക്ക് കള്ളനല്ല, എനിക്ക് ദൈവമാണ് ആർ ബാലകൃഷ്ണ സാറ്. പക്ഷേ പിന്നെ ഗണേശൻ്റെ ആത്മാവ് ശനിയും ആർ ബാലകൃഷ്ണയുടെ ചൊവ്വയാണ്. ഇനി ഗണേശൻ ഇവിടെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയില്ലെങ്കിൽ
അവസാനം ഉള്ള മുതൽ മൊത്തം ഒരു പെണ്ണുങ്ങളുടെ കൈ പോകും. ഗണേശൻ്റെ നാക്ക് കൊണ്ട് തന്നെ തൂക്കയറ് വരും. നാക്കടക്കി വെച്ചില്ലെങ്കിൽ നാശം വരും. പിന്നെ ഗണേശൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബന്ധുക്കോസാരെ ചേരുമ്പോൾ അങ്ങോട്ട് ചെന്ന് ഹാലുലിയ പറഞ്ഞാൽ രണ്ട് മുസ്ലിം കിളമ്പിൽ ആ ഇലാഹ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആരും തൂക്കി പറയല്ല. ഗണേശനെ ഞാൻ ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ്റെ വാതിക്ക് വെച്ച് നീ എന്തോടാ ഗണേശൻ എൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ച ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട നല്ലവരായ പിണറായി സാറിൻ്റെ ഞാൻ ഏതാണ്ടൊന്നും പറഞ്ഞെന്നും പറഞ്ഞ് പിണറായി സാറുടെ അടുത്ത് നിൽക്കുന്ന ഒരു വക്കീലായിരുന്നു. അവൻ എൻ്റെ 15,000 രൂപയും മേടിച്ച് എൻ്റെ കേസ് എടുത്ത് കളഞ്ഞു. ഇനി ആ കേസ് ഇപ്പോൾ ഈ 60 സെൻറ്റ് നിലം ഇപ്പം അത് 3 ലക്ഷം രൂപയ്ക്ക് കരയാക്കി കൊടുത്തു. ഇപ്പോൾ എനിക്ക് ഒരു 5 സെൻറ്റ് മാടമുണ്ട്. 2022 2000 രൂപ മുടക്കി 200 രൂപ പത്രം മേടിച്ച് എഴുതി കൊടുത്തു. 24 പ്രാവശ്യം ഞാൻ പൊല്ലൂർ പോയപ്പോൾ പറഞ്ഞ് സഖാക്കന്മാർ പറഞ്ഞ് അവന് ഒപ്പിട്ട് കൊടുക്കരുതെന്ന്. എനിക്ക് ഒപ്പിട്ട് തരത്തില്ല. അതേസമയം എൻ്റെ മുമ്പിലുള്ള വസ്തു 3 ലക്ഷം രൂപയ്ക്ക് കരയാക്കി. ഇവിടെ വരുന്നൊരു ബന്ദിക്കോസുകാരിക്ക് 90 സെൻറ്റ് നിലം കരയാക്കി കൊടുത്തു. എനിക്ക് തരത്തില്ല. എന്തുകൊണ്ടാണ്? ഞാൻ പിണറായി ചീത്ത വിളിച്ചു. എൻ്റെ ആശ്രമത്തിന് ചുറ്റും കല്ലു ഇറക്കി എറിഞ്ഞ് ഇറങ്ങടാ എന്നെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ് ആൾക്കാരാണ്. പിണറായി സാറ് ചതയൻ നക്ഷത്രം കുംഭക്കൂറുകാരനാണ്. പിണറായി സാറിന് നിയമപരമായി പറഞ്ഞാൽ വ്യാഴം ഇപ്പോൾ നിയമപരം 3-ലാണ് നിന്നത്. ഇനി 4-ലേക്ക് വ്യാഴം വരുമ്പോൾ ഏറ്റവും ദോഷമാണ്. പിണറായി സാറിൻ്റെ മോള് എൻ്റെ രാശി വെച്ചിട്ട് ആയില്യം നക്ഷത്രമാണ്. പിണറായി സാറിൻ്റെ സർഗ തകർച്ച ഈ മോള് കാരണമാണ്. പക്ഷേ മോക്കിപ്പോൾ 11 വ്യാഴം വരും. മോടെ രോമത്തിൽ ഒരുത്തും തൊടത്തില്ല. ഒരു മോദിയും തൊടത്തില്ല, ഒരു മനുഷ്യനും തൊടത്തില്ല. ഈ ഈടിയല്ല, ഇനി ആരാന്ന് പറഞ്ഞാൽ തല അടിച്ച് പോവുകയുള്ളൂ. പിന്നെ അവർ രോമത്തെ തൊടിയല്ല. അതേസമയം പിണറായി സാറ് വെള്ളം കുടിക്കും. സാറിനേ ഉള്ളൂ. പിണറായി സാറെന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷവും മന്ത്രവാദവും മണ്ണാങ്കട്ടിയൊന്നും പിണറായി സാറിന് കാരണം പിണറായി സാറ് സർപ്പദശയിൽ ജനിച്ചതാണ്. പിണറായി സാറ് ഏതവനെ തറപ്പിച്ച് നോക്കിയാൽ പാമ്പ് പോലെ ചീറ്റി അവൻ്റെ നാശം വരും. പിണറായിക്കിട്ട് ആരെങ്കിലും തോട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കാസ അണച്ചം കളയും. വെല്ലുവിളിച്ച് ഞാൻ പറയുന്നു, ഈ മോദിയല്ല, ഒരു ഇന്ത്യ അല്ല, അമേരിക്ക വിചാരിച്ചാലും അവരുടെ രോമത്തെ തൊടത്തില്ല വരുന്നത്. ഈ 10-ാം തീയതി കഴിഞ്ഞ കേരളത്തെ തരികിടയാണ്. അടിയും വെട്ടും കുത്തും വാഹനാപടവും സർവനാശത്തിൻ്റെ കാലം. ഈ 10-ാം തീയതി കഴിഞ്ഞാൽ ചൊവ്വയും രാഹുവിടെ സന്ധിക്കുവാണ്. ജലരാശിയിലാണ് ചൊവ്വ ചെല്ലുന്നത്, ജലരാശിയിലാണ് രാഹു നിൽക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട മോദി സാർ നല്ലവനാണ് എന്ന് പറയാനുള്ള കാരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 100-90% ജയിക്കാനുള്ള സാധ്യതയുണ്ട്. 10% ചതി വഞ്ചന ഇതിനകത്തുണ്ട്. മോദി സാറ് ഇലക്ഷൻ തീരുന്നവരെ ആയുസിന് ഹാനി വരാതെ നോക്കണം. വൻപിച്ച ചതി ഇതിനകത്തുണ്ട്. മോദി സാറിന് കണ്ടകശനിയുണ്ട്. രാജീവ് ഗാന്ധി ഇതൊക്കെ കണ്ടില്ലേ? അതേപോലെ ഇന്ദിരാഗാന്ധി ഇതൊക്കെ വരാതെ രീതിയിൽ മോദി സാറ് നോക്കണം. പിന്നെ മോദി സാറ് ഒരു ബ്രാഹ്മണനാണ്, ഒരു ഈശ്വര ഭക്തനാണ്, പൂജാതി കർമ്മങ്ങൾ പഠിച്ച ആളാണ്. മോദി സാറിൻ്റെ കൂടെ എപ്പോഴും വിഷ്ണു ഭഗവാനുണ്ട്. മോദി സാറിന് എതിരാരാ? ബുധൻ കൃഷ്ണനായ ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് മോദി സാറിൻ്റെ ഒരു ഫലം പറഞ്ഞു. 2025 മോദി സാർ സന്യസിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലാൻ വന്നു. മോദി സാറ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലവനാണ്, ഒരു ബ്രാഹ്മണനാണ് മോദി സാറ്. കാരണം ഇനി മോദി സാറ് നല്ലവനാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? വാക്ക്, വിദ്യ, ധനം, കളത്രം, വീട്, സർവ്വധനത്തെയും വ്യാഴമാണ് അവിടെ വന്നിരിക്കുന്നത്. അക്രമവും അനർത്ഥവും ഉണ്ടാക്കി കാശുണ്ടാക്കത്തില്ല മോദി. ഇന്ന് മോദിയുടെ 2000 രൂപ മേടിച്ച് ഞാൻ വെള്ളം കുടിക്കുന്നവനാണ് ഞാൻ. കൃത്യമായി കിട്ടുന്നുണ്ട്. മോദിയുടെ പൈസ എനിക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. മോദിയുടെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാണ് ഞാൻ മരുന്ന് മേടിച്ച് കഴിയുന്നത്. അത് ഇതുവരെ 8 ഭാഗത്ത് 5-6 ഭാഗത്ത് കിട്ടിയിട്ടില്ല.